ലീഡേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി ടി ഒ സൂരജിനെതിരായ വിജിലൻസ് അന്വേഷണം. നടപടി താൻ അറിഞ്ഞില്ലെന്ന ഇബ്രാഹിം കുഞ്ഞ്. സൂരജിനെ ലീഗ് സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷം. ആരോപണം തള്ളി ലീഗ്. സൂരജിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിജിലൻസ് നടപടി തുടങ്ങി. അന്വേഷണ വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറി. 2G കേസിൽ CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹ അന്വേഷണ മേൽനോട്ടം വഹിക്കേണ്ട എന്ന് സുപ്രീം കോടതി. രണ്ടാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ ചുമതല. CBIയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നതിനാൽ ഉത്തരവ് ഒഴിവാക്കി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 142 അടിക്ക് തൊട്ടടുത്ത്. തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് പൂർണ്ണമായും നിർത്തി. ജലനിരപ്പ് ഉയർന്നാലുള്ള പ്രശ്നങ്ങൾ തമിഴ്നാടിനെ അറിയിച്ചെന്ന് DJ കുര്യൻ. പ്രശ്നപരിഹാരത്തിന് കേന്ദ്രം ഉന്നതതല യോഗം വിളിച്ചു. ബാർ കോഴക്കേസിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. പ്രാഥമിക അന്വേഷണം നീണ്ടുപോകുന്നതിന്റെ കാരണം അറിയിക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ മറുപടി നൽകണമെന്ന് കോടതി. നടപടി VS സുനിൽകുമാർ MLA-യുടെ ഹർജിയിൽ. നാദാപുരത്ത് പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച കേസ് ഇല്ലാതാക്കാൻ സിറാജുൽ ഹുദ മാനേജ്മെന്റ് ശ്രമിച്ചെന്ന് പിതാവ് റിപ്പോർട്ടറോട്. ഇരയെയും കുടുംബത്തെയും അപമാനിക്കുന്നുവെന്നാരോപിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ പോലീസിൽ പരാതി. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ബാങ്കുകൾക്ക് വിജിലൻസ് കത്ത് നൽകി. സൂരജിന്റെ വീട്ടിലും ഓഫീസിലും നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചു. ടി ഒ സൂരജിന്റെ വീട്ടിലും ഓഫീസിലും നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് അന്വേഷണ സംഘം തൃശൂർ വിജിലൻസ് കോടതിക്ക് കൈമാറിയത്. പരിശോധനയിൽ കണ്ടെടുത്ത രേഖകളുടെ വിശദവിവരവും മഹസർ റിപ്പോർട്ടും കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ സ്പെഷ്യൽ സെൽ SP കോടതിക്ക് കൈമാറി. ടി ഒ സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിജിലൻസ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. കണ്ടെടുത്ത പാസ്ബുക്കുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ബാങ്കുകൾക്ക് ഇത് സംബന്ധിച്ച് വിജിലൻസ് കത്ത് നൽകി. 10 ബാങ്ക് അക്കൗണ്ടുകൾ സൂരജ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിജിലൻസിന് തെളിവ് ലഭിച്ചത്. വരവിൽ കവിഞ്ഞ സ്വത്ത് ടി ഒ സൂരജ് സമ്പാദിച്ചു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകാൻ വിജിലൻസ് തീരുമാനിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ ഉടൻ സർക്കാരിന് കൈമാറും. സൂരജിന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത 46 പ്രധാനപ്പെട്ട രേഖകളുടെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിലയൻസിന്റെ 4G കേബിൾ കരാറുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കൂട്ടത്തിലുണ്ട്. റെയ്ഡിനെ തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടി ഒ സൂരജിനെതിരായ കൂടുതൽ അന്വേഷണം വിജിലൻസ് തുടങ്ങി. റിപ്പോർട്ടർ, കൊച്ചി. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് തൃശൂരിൽ. BJP നേതാവ് K സുരേന്ദ്രൻ ടെലിഫോണിൽ. മറ്റുള്ളവർ ഉടൻ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ PK ഫിറോസ്, ടി ഒ സൂരജ് ഇപ്പോഴും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയാണ്. തെളിവുകൾ ഇത്രയധികം പുറത്തു വന്നിട്ടും എന്താണ് നടപടിയെടുക്കാൻ അമാന്തം? മുസ്ലിം ലീഗാണ് സംരക്ഷിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വളരെ വിചിത്രമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ, അത് ഏത് ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, അദ്ദേഹം അഴിമതി നടത്തുന്നതിന് വകുപ്പിലെ മന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയുടെ പാർട്ടിയോ സമാധാനം പറയണം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ആര് അഴിമതി നടത്തിയാലും ആ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നിലപാടുമായി നടപടിയുമായി മുമ്പോട്ട് പോകും എന്ന UDF-ന്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള അന്വേഷണങ്ങളും പുറത്തു വന്നിട്ടുള്ള വാർത്തകളുമൊക്കെ. ഇനി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പോകുമോ അല്ലെങ്കിൽ നടപടി എടുക്കില്ലേ എന്നൊക്കെയുള്ള വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ശരി, തുടരുക ദയവായി. ശ്രീ K സുരേന്ദ്രൻ, സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ റെയ്ഡ് നടത്തി വിജിലൻസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിജിലൻസ് കാണിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നിയമത്തിന്റെ വഴിക്കാണ് എന്നല്ലേ? അങ്ങനെയല്ല. കാരണം ഇവിടെ രാഹുൽ ആർ നായർക്കെതിരെ എങ്ങനെയാണ് വിജിലൻസ് പോലീസ് കേസെടുത്തതും അന്വേഷണം നടത്തിയതും? അതുമാതിരി തന്നെയാണ് ഇത് പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ ഗവൺമെന്റ് സ്വമേധയാ ഹരിശ്ചന്ദ്രന്മാരായിട്ട് വന്നിട്ട് അഴിമതിക്കാരെ കണ്ടുപിടിക്കുന്നതല്ല. വിജിലൻസിൽ പരാതി വന്നിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം സംബന്ധിച്ച്. മാത്രമല്ല, ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഇത്ര അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നത് അദ്ദേഹത്തിന് സ്വമേധയാ സമ്പാദിക്കാൻ കഴിയില്ലല്ലോ. ഈ ഗവൺമെന്റിലെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയുടെ ഒരു അംശം മാത്രമാണിത്. എങ്ങനെയാണ് സൂരജിന് ഇത്രയധികം സ്വത്ത് സമ്പാദിക്കാൻ കഴിയുന്നത്? സൂരജിന് ഇത്രയധികം സ്വത്ത് സമ്പാദിക്കാൻ കഴിയുന്നത് പൊതുമരാമത്ത് വകുപ്പിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. പൊതുമരാമത്ത് വകുപ്പ് സമ്പൂർണമായിട്ടുള്ള അഴിമതിയാണ് നടക്കുന്നത്. എല്ലാ കരാറുകളും ഒരു പ്രത്യേക കൺസോർഷ്യം വഴി
മന്ത്രി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പാർട്ടി സിൽബന്ധികൾക്കും വീതിച്ച് നൽകുകയാണ്. അതുകൊണ്ടാണ് ഈ അഴിമതി ഉണ്ടാവുന്നത്. റിലയൻസിന് അനധികൃതമായിട്ട് അവസരമൊരുക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ 100,000 പരാതികൾ ആ വകുപ്പിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ആ വകുപ്പ് ഉത്തരം പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത് സെക്രട്ടറി മാത്രം നടത്തുന്ന അഴിമതിയല്ല. ഈ സെക്രട്ടറിയെ സംരക്ഷിച്ച് നിർത്തുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഉപശാലകളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഒരു KPCCയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാവിനെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ പെരുമാറിയിട്ടുള്ള ആളാണ്. LDF ഗവൺമെന്റിന്റെ കാലത്തും ഇദ്ദേഹത്തിന് വലിയ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. എളമരം കരീമിന്റെ അടുത്ത ആളാണ്. അപ്പൊ ഇതെല്ലാം വസ്തുതയാണ്. ഈ ഗവൺമെന്റിലും പ്രതിപക്ഷത്തിലുള്ള സ്വാധീനം മുതലാക്കി നടത്തുന്ന അഴിമതിയാണ്. അതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഇപ്പൊ തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സൂരജ്. കണക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സൂരജ്. എന്തുകൊണ്ട് നടപടിയെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല? സ്വത്തുക്കൾ കണ്ടുകിട്ടുന്നില്ല. എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുന്നില്ല. ഇത്രയധികം പണം എവിടുന്ന് കിട്ടി? ഇത്രയധികം വസ്തുക്കൾ അദ്ദേഹം എവിടുന്ന് വാങ്ങി? അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, വിജിലൻസിന്റെ ഈ റെയ്ഡിന്റെ രാഷ്ട്രീയം എന്താണ്? ഇത് ലീഗിനെ കോർണർ ചെയ്യാനുള്ള ശ്രമമായി കാണുന്നവരുണ്ട്. അതല്ല, ലീഗിന്റെ മന്ത്രിയും സെക്രട്ടറിയും തമ്മിൽ തെറ്റിയപ്പോൾ അതിന്റെ പരിണിത ഫലമാണ് എന്ന് കരുതുന്നവരുണ്ട്. ഇതൊന്നുമല്ലാത്ത രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അല്ല, സാങ്കേതികമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ലോജിക്ക് വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആദ്യം മാണിക്കെതിരെ, കേരള കോൺഗ്രസിനെതിരെ, പിന്നീട് ലീഗിനെതിരെ തിരിയുന്നു എന്നൊക്കെ പറയാം. പക്ഷേ നമുക്കതിന് തെളിവ് ചോദിച്ചാൽ എന്ത് തെളിവ് തരും? രാഷ്ട്രീയമായിട്ട് ഇത്തരം നടപടികൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വളരെ മനോഹരമായ എല്ലാ ലോജിക്കും ഉൾപ്പെട്ട ഒരു കഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ CPI നേതാവ് പന്ന്യൻ സഹാവ് പറഞ്ഞത് മാണിയും കോണിയും വേണ്ട എന്നാണ്. അതിൻ്റെ അകത്ത് പല സൂചിത കഥകളുമുണ്ട്. അതായത് മാണി അല്ലെങ്കിൽ കോണി, കേരള കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിലേക്ക് ചേരുന്നുണ്ടോ, മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് CPM ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പന്ന്യൻ രവീന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി തന്നെ, CPMനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് മാണിയും കോണിയും ഒന്നും ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ട. നോക്കണം, അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസിനെതിരെ KM മാണിക്കെതിരെ നടന്ന ആരോപണം, ബാർക്കോഴ വിവാദം, മാണി അവസാനം കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഉണ്ടോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോഴിതാ TO സുരേജ് എന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അതും ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പായ PWDയുടെ സെക്രട്ടറിയായ TO സൂരജ് ഇതാ പ്രതിക്കൂട്ടിലായിരിക്കുന്നു, വിജിലൻസ് കേസിൽ പ്രതിയായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാ കോണിയും കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാദത്തിന് പ്രസക്തിയേറുന്നു. പക്ഷെ അതിന് യാതൊരു തെളിവും ഹാജരാക്കാൻ. അതാണ് ശ്രീ PK ഫിറോസ്, മാണിക്ക് പിന്നാലെ കോണി എന്ന അവസ്ഥയിലായോ? 10 മാസമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ട് വാങ്ങിക്കൊണ്ട് വിജിലൻസ് ഇങ്ങനെയൊരു നീക്കം നടത്തി എന്ന് സ്വാഭാവികമായി നേർബുദ്ധിയിൽ അങ്ങനെ കരുതാം. പക്ഷേ ഇന്ന് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ്. അത്ര നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? അല്ല, ഇപ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ കാണിക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ വാക്കുകൾ, ഒരു കാരണവശാലും TO സൂരജിനെ സംരക്ഷിക്കുന്ന പ്രശ്നം ലീഗിനോ വകുപ്പ് മന്ത്രിക്കോ ഇല്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ സുരേന്ദ്രൻ ഇവിടെ ഉന്നയിച്ച വാദങ്ങൾ, ഇപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചാനലിൽ വന്നിട്ട് സ്ഥിരമായി നിരത്തി വെടിവെക്കുന്ന ആളാണ്. സാധാരണ അങ്ങനെ നിരത്തി വെടിവെച്ച ഒരാൾക്കെങ്കിലും കൊള്ളും. പക്ഷേ സുരേന്ദ്രൻ വെടിവെച്ചത് ഇതുവരെ ആർക്കെങ്കിലും കൊണ്ടതായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ലീഗിന്റെ ഒരു MLAക്കെതിരെ, ആ ചർച്ചയിൽ പങ്കെടുത്ത ലീഗിന്റെ ഒരു MLA 100 കണക്കിന് ഏക്കർ അനധികൃതമായി വെല്ലുവിളിയായി ചോദിച്ചു നാളെ തെളിവ് ഹാജരാക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഈ ചർച്ചയിലാണ് കാണുന്നത്. അപ്പൊ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും ഇല്ലാത്തതുകൊണ്ട് താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ AK നാസർ, അദ്ദേഹം കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിലെ പരാതിക്കാരനാണ്. അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാസർ, ഇതിൽ CBI ഈ വിഷയത്തിൽ സൂരജിനെ ചോദ്യം ചെയ്യാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ വിജിലൻസിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കേവലം യാദൃശ്ചികതയാണോ? അല്ല, ഇത് ഒരു കരുതി കൂട്ടിയുള്ള ഒരു നടപടിയാണ്. TO സൂരജ് അഴിമതിക്കാരനാണെന്നും TO സൂരജ് കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും ഈ വകുപ്പ് മന്ത്രിക്കും അറിയാം, ഈ മുഖ്യമന്ത്രിക്കും അറിയാം, ഈ പറഞ്ഞ സകല ആളുകൾക്കും അറിയാം.
ഇത് വേറൊരു ലൈനാണ്. അതായത് CBI ടി.ഒ. സൂരജിനെ ചോദ്യം ചെയ്താൽ ഇനി ടി.ഒ. സൂരജ് പറയേണ്ട വരും എന്തിന്റെ അടിസ്ഥാനമായി. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു ടി.ഒ. സൂരജിനെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഭൂമിയുടെ തണ്ടപ്പേരും പോക്കൂരും റദ്ദ് ചെയ്ത് ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ശ്രമിച്ചത് എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന് അപ്പീൽ പോയിട്ടില്ല. അതുകൊണ്ട് അത് അബ്സല്യൂട്ടായി. അപ്പോ ഇനി CBIയോട് പറയേണ്ട വരും ഇത് ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. അപ്പൊ ആ മുന നീണ്ടു പോകുന്നത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിമാരിലേക്കും റവന്യൂ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്നതിന് തടയിടാനായി ആദ്യം ഇവര് ചെയ്തു. പ്രസന്നകുമാർ ഇതിന്റെ അകത്ത് പ്രതിയായിരുന്നു, മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇവർ തട്ടിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു ഇവര്. ശ്രീ എ കെ നാസർ, ആയിക്കൊള്ളട്ടെ, CBI കേസ് അന്വേഷിക്കുകയാണ്. അവർക്ക് ഇനിയും ടി.ഒ. സൂരജിനെ ചോദ്യം ചെയ്യുന്നതിനോ ഇക്കാര്യത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല. ഇത് വേറെ കേസാണ്, വേറെ ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് ടി.ഒ. സൂരജ്. അപ്പോ CBI കളമശ്ശേരി കേസിൽ ചോദ്യം ചെയ്യാൻ ഇരിക്കുന്നതും ഇതും തമ്മിൽ എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്? മുഖ്യമന്ത്രിയുണ്ട് ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ കോടതിയിൽ വരുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒരു നടപടി വേറെ. മൂന്നാമത്തത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളെ ഒരു CBI കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സീനിയർ ആയിട്ടുള്ള വക്കീലന്മാര് സലീം രാജ്, മുഖ്യമന്ത്രിയുടെ മുൻ ഗവൺമെൻ സലീം രാജിന്റെ ബന്ധുക്കളെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിച്ചിരിക്കുകയാണ്. 1969 ഒരു കരമടച്ച റെസീറ്റ് തിരുത്തി ആ കേസും കൂടി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങളെ പ്രതിയാക്കിയുള്ള, അപ്പൊ അതില് എന്റെ അനുജനും പ്രതിയാണ്, എന്റെ ഉമ്മയും പ്രതിയാണ്. ഞാൻ 1969 എനിക്ക് 4 വയസ്സുള്ളൂ. എന്റെ അനിയൻ 1969 ജനിച്ചിട്ടില്ല, 72 ജനിച്ചത്. അപ്പൊ ഞങ്ങളെ ആ കേസിൽ CBI കേസിൽ പ്രതിയാക്കിയാല് ഞങ്ങളുടെ ശരി, അതൊക്കെയാണ് താങ്കളുടെ പരാതികൾ, താങ്കളുടെ ആവലാതികൾ. കേൾക്കാം, ദയവായി തുടരണം. ശ്രീ കെ സുരേന്ദ്രൻ, ഒട്ടേറെ ആരോപണങ്ങൾ നേരിടുന്ന ആളാണ് ടി.ഒ. സൂരജ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തണുത്തു കിടന്നിരുന്ന ഒരു വിജിലൻസ് അന്വേഷണം പെട്ടെന്ന് ഊർജിതമാകുന്നു. ടി.ഒ. സൂരജിന്റെ വസതികളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാരണങ്ങളാൽ ഇപ്പോൾ ടി.ഒ. സൂരജ് എന്ന ബലിയാടിനെ വേണം എന്നതുകൊണ്ടുമാകാമോ? അല്ല, ഇതിൽ രണ്ട് സംശയങ്ങളാണുള്ളത്. കാരണം ഇപ്പൊ രാഹുൽ ആർ നായരുടെ അഴിമതി കേസ് നമ്മൾ കണ്ടു. 17 ലക്ഷം രൂപ അയാൾ കൈക്കൂലി വാങ്ങിയെന്നുള്ള പേരിൽ അയാളെ പിടിച്ചു, അയാളെ സസ്പെൻഡ് ചെയ്തു. അയാൾ പറഞ്ഞിരിക്കുന്നു 2 മേലുദ്യോഗസ്ഥന്മാര് അവര് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറന്നിരിക്കുന്നതെന്നാണ്. അപ്പൊ മേലുദ്യോഗസ്ഥന്മാരും അതിന്റെ അപ്പുറത്ത് മന്ത്രിമാരും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ കരിങ്കൽ കോറി ഉടമകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കോറി ഉടമകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിലപാടെടുത്തത്. ഇപ്പൊ രാഹുൽ ആർ നായരെ മാത്രം പിടിച്ച് ആ കേസ് ഒതുക്കിയിരിക്കുകയാണ്. ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് സൂരജിൽ മാത്രമായിട്ട് ഈ കേസ് ഒതുങ്ങും. ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയ അഴിമതിയോ ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാർ നടത്തുന്ന അഴിമതിയോ പുറത്തു വരില്ല. വലിയ ചരിത്ര പ്രസംഗം നടത്തിയല്ലോ ഏതോ ഒരു ലീഗ് നേതാവ്. ഇത്ര നല്ല ഹരിചന്ദ്രന്മാരെ പാർട്ടി ഉണ്ടോ? കോടിക്കണക്കിന് രൂപയല്ലേ ഒരു +2 കോഴ കേസിൽ വാങ്ങിയത്? എത്ര സ്കൂളുകളിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ ഇവര് +2 അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകൾ +2 ക്ലാസ്സുകളും സീറ്റും കൊടുക്കുന്നതിന് വേണ്ടി ഈ ലീഗിന്റെ മാന്യന്മാരായിട്ടുള്ള മന്ത്രിമാർ വാങ്ങിയത്? പച്ചയായിട്ട് എത്ര മാനേജ്മെന്റുകൾ പറഞ്ഞു. തീർച്ചയായും അത് വേറൊരു ആക്ഷേപമാണ്, ഞാൻ അതുകൊണ്ടാണ് ഇടപെട്ടത്. ഇപ്പോൾ ശ്രീ പി എ മുഹമ്മദ് റിയാസ്, CPIM, അദ്ദേഹം കൂടി ടെലിഫോണിൽ. ശ്രീ മുഹമ്മദ് റിയാസ്, അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നത് എന്ന് കരുതുന്നുണ്ടോ CPIM? ഇവിടെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്ന് പ്രാഥമിക ഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അദ്ദേഹത്തിനെതിരെയുള്ള നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് കരുതേണ്ടുന്ന സാഹചര്യവുമാണ്. എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഒന്ന്, ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് തന്നെ ഈ ഗവൺമെന്റ് എത്രത്തോളം ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കീഴിൽ ഇങ്ങനെ ഓരോ ദിവസവും IPS, IAS ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി പിടിക്കപ്പെടുകയാണ്. കുഞ്ഞൻ നമ്പ്യാർ പാടിയത് അർത്ഥവത്താവുകയാണ്. ഇവിടെ എംബ്രാൻ അല്പം കട്ടുരുചിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടന്ന് കക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറന്ന് കക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുന്നതിന് പകരം ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ഇബ്രാഹിം കുഞ്ഞ് തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ നടത്തിയ ഇടപെടലുകൾ ഇപ്പൊ പുറത്തായിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇത്തരം ഉദ്യോഗസ്ഥർ ഇത്തരം കാട്ടുകൊള്ള നടത്താനുള്ള ലൈസൻസ് നൽകി കഴിഞ്ഞൊരു ഭരണമായി ഭരണം മാറിയിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ കോടികളുടെ കൊള്ള നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് കേരളത്തിലെ 1ാം ക്ലാസ്സിലെ കുട്ടി പോലും വിശ്വസിക്കില്ല. ഇതിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അവരുടെ തണലിൽ വിലസുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കുമുള്ള കോക്കസ് കൂട്ടുകെട്ടി. റിയാസ്, അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം 2004 മുതൽ 2014 വരെ ടി.ഒ. സൂരജ് സമ്പാദിച്ച സ്വത്തുക്കളെ കുറിച്ചാണ് അന്വേഷണം.
5 വർഷം ഇടത് സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പിൽ ഇതേ സംരക്ഷണത്തോടു കൂടി ഇരിക്കുകയായിരുന്നു ടി.ഒ. സൂരജ് എന്ന കാര്യം മറന്നു പോകരുത്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് അവിടെ ആകെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ജോലി ചെയ്തിരുന്നു. കേരളത്തിൽ ഗവൺമെന്റുകൾ മാറുമ്പോൾ ഉദ്യോഗസ്ഥർ മാറാറില്ല. ആഫ്രിക്കയിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്നും ഉദ്യോഗസ്ഥരെ കൊണ്ടുവരണ്ട. പക്ഷേ ഈ ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന നല്ല ബോധ്യം ഉണ്ടായിരുന്നു ആ കാലയളവിലും. വിജിലൻസ് കേസുകൾ ആ കാലത്തും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. മാറാട് ജുഡീഷ്യൽ കമ്മീഷന്റെ പരാമർശങ്ങൾ അടക്കമുള്ള ബാക്കിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ. അപ്പോൾ ആക്ഷേപരഹിതനായ ഉദ്യോഗസ്ഥൻ എന്ന പേരിലല്ല LDF സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പിലെ സുപ്രധാന പദവിയിൽ സൂരജ് ഇരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. അല്ല, ഒന്ന്, അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അഴിമതിയോ അല്ലെങ്കിൽ മറ്റു ഇടപെടലോ നടത്തിയോ എന്നുള്ള ഒരു രീതിയിലുള്ള വാർത്തകളും അന്ന് വന്നിട്ടില്ല. ഒരു രീതിയിലുള്ള വാർത്തകളും. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായും ഐക്യജനാധിപത്യ മുന്നണിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നുള്ള അഭിപ്രായം നേരത്തെ വന്നിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടറായി നിൽക്കുമ്പോൾ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഇന്നത്തെ ഗവൺമെന്റിലെ പ്രബല കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ കാർ ഇറങ്ങാൻ നേരത്ത് കലക്ടർ ഓടിപ്പോയി ഡോറ് തുറന്നു കൊടുത്ത സംഭവം വന്ന അങ്ങാടിപ്പാട്ടായിരുന്നു. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാറാട് വിഷയം ഉൾപ്പെടെ. അപ്പൊ ഇവിടെ പൊതുവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഈ അഴിമതിയെ കുറിച്ച് അന്വേഷിച്ച് ഇതിനെ സഹായിക്കുന്നത് ഗവൺമെന്റിനെ എതിരെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് കൈക്കൊള്ളുന്നതിന് പകരം എല്ലാം കണക്കാണെന്ന് വരുത്തി തീർത്ത് ദയവായി തുടരുക. ശ്രീ P.K. ഫിറോസ്, ഇത് ഒരു IAS ഉദ്യോഗസ്ഥൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന വിഷയം മാത്രമല്ല, ഇതിനെ ഒരു മഞ്ഞുമലയുടെ അഗ്രമായി കരുതുന്നവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം റിലയൻസ് ജിയോ ഇൻഫോകോമിന് 1428 കിലോമീറ്റർ കേരളത്തിലെ പൊതുനിരത്തുകളുടെ വക്കുകളിലൂടെ കേബിൾ വലിക്കാൻ നൽകിയ അനുമതിയാണ്. അതിൻ്റെ ആദ്യഘട്ട അനുമതി ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറയുകയാണ്. പിന്നീട് ഫയൽ അദ്ദേഹത്തിൻ്റെ കൈവശം, അദ്ദേഹത്തിൻ്റെ പക്കൽ എത്തിയപ്പോൾ അദ്ദേഹം അതിൽ ഇടപെടുകയാണ്. അപ്പോൾ ഈ റിലയൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടായിരിക്കുന്നു. അതിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഗുണഭോക്താവ് സൂരജ് മാത്രമാണോ എന്ന അന്വേഷണം നടന്നാൽ കാര്യങ്ങൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയിൽ മാത്രമായി ആയിരിക്കുമോ മുന്നോട്ട് പോവുക? തീർച്ചയായും. ഞാൻ ഇപ്പോൾ ഒന്നാമത് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവനും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളൊരു സാവകാശം എനിക്ക് തരണം. അതിനിടയ്ക്ക് ഈ ഫോൺ തകരാറിലായാൽ ബുദ്ധിമുട്ടിലായി പോകും. അപ്പോൾ ഒന്ന്, ഇപ്പോൾ റിലയൻസുമായി ബന്ധപ്പെട്ടത് നിങ്ങളുടെ സംശയമാണ്. ഇപ്പോൾ റിലയൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കീറാൻ വേണ്ടി റിലയൻസിന് അനുമതി നൽകിയത് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയാണ്, സൂരജാണ്. എന്നാൽ ഇത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഫയൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചു. കാരണം വകുപ്പ് മന്ത്രി അറിയാതെ ഇത്ര വലിയ ഒരു അനുമതി വകുപ്പ് സെക്രട്ടറി നൽകിയത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചപ്പോൾ തന്നെ ആ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി താൻ നൽകിയ ഉത്തരവ് റദ്ദ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ അതിലെവിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ലാഭം ഉണ്ടാക്കുന്നത്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇടപെട്ട് നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി നൽകിയ ഒരു ഉത്തരവ് റദ്ദ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇവിടെ വകുപ്പിൽ നടത്തുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതിക്ക് വകുപ്പ് മന്ത്രിയോ പാർട്ടി ഉത്തരവാദിയാണോ എന്നാണ്. ശ്രീ ഫിറോസ്, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ശ്രീ ഫിറോസ്, ശ്രദ്ധിക്കൂ. ഒന്ന്, ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് IT ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ജിയോ നമ്പർ 16/2013. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ടി.ഒ. സൂരജ് ചൂണ്ടിക്കാണിക്കുന്നത്, ശരി, മന്ത്രി ഇടപെട്ട് ഇത് തടഞ്ഞല്ലോ, ഇപ്പോഴും റിലയൻസ് അവരുടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. അതെങ്ങനെ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ? സംഭവിച്ചു. അതിന് കാരണമുണ്ട്. കാരണം 2010 സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ട്. കാരണം ഇത്തരത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ ഫലമായി 2010 IT വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിറക്കിയത്. കാരണം വിവിധ വകുപ്പുകൾ, പൊതുമരാമത്ത് വകുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളോ വ്യത്യസ്തമായി വെവ്വേറെ ഉത്തരവ് നൽകേണ്ട ആവശ്യമില്ല എന്ന് 2010 IT വകുപ്പ് ഉത്തരവിറക്കുന്നത്. അപ്പൊ ഇതിൽ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. UDF ഗവൺമെന്റിന് ബന്ധമില്ലാത്തൊരു കാര്യം UDFന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്. രണ്ട്, നേരത്തെ ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷത്തെ അഴിമതി അല്ലെങ്കിൽ 10 വർഷത്തെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അത് UDF ഗവൺമെന്റിന്റെ കാലത്താണോ എന്ന് വിജിലൻസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യത്തെക്കുറിച്ചാണ് PM മുഹമ്മദ് റിയാസ് UDFന്റെ ഒരിക്കൽ കൂടി ഇടപെടേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് 2013 IT വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കുര്യൻ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്.
അദ്ദേഹം ഇറക്കിയ ഉത്തരവിനെ കുറിച്ചാണ്. അതിനു മുൻപും ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ വായിച്ച ജിയോ നമ്പർ അത് പ്രകാരം ഈ കുഴിക്കലടക്കം നടക്കുന്ന കാര്യങ്ങളുടെ ടൈം ഫ്രെയിമും മറ്റു കാര്യങ്ങളുമൊക്കെ നിശ്ചയിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് അധികാരമുണ്ട്. അത് പൊതുമരാമത്ത് വകുപ്പും ഈ ബന്ധപ്പെട്ട റിലയൻസും ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തുക റിലയൻസിന് കൊടുക്കേണ്ടി വന്നു. കേരളത്തിൽ അത് 800 രൂപയോ മറ്റുമാണ്. ആന്ധ്രാപ്രദേശിൽ 30,000 രൂപ 1 കിലോമീറ്ററിന് കൊടുക്കേണ്ടി വന്ന റിലയൻസിന് കേരളത്തിൽ 800 രൂപയ്ക്ക് ആ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് അവർക്ക് കിട്ടുന്ന ലാഭം 29,000 രൂപയാണ്. 1428 കിലോമീറ്ററാണ് കേബിൾ വലിക്കേണ്ടുന്നത്. ഈ പണമൊക്കെ ആരുടെ കയ്യിൽ പോയി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെ പൊതുമരാമത്ത് വകുപ്പിന് ഈ ഉത്തരവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ നിങ്ങൾ പറയുന്ന IT ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഉത്തരവ് എന്ന് പറയുന്നത് 2010 സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷന്റെ ഫലമായി 2010 സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിന്റെ ചുവട് പിടിച്ചിറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിന് UDF ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ല. ഇനി മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. കെ സുരേന്ദ്രൻ, അത്ര നിഷ്കളങ്കമായി ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ IT വകുപ്പിന് ഈ ഉത്തരവിൽ നിന്ന്? അല്ല അഭിലാഷ്, അങ്ങനെയല്ല സംഭവം. കേന്ദ്ര ഗവൺമെന്റ്, പഴയ ഗവൺമെന്റാണ്, ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമല്ല. 2010 ഇറക്കിയ ഉത്തരവ് ഫ്രീ ആയിട്ട് കേരള ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പ് റിലയൻസിന് കുഴി ഒഴിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പണം വാങ്ങിയിട്ടാണ്, പണം ഗവൺമെന്റിൽ അടച്ചിട്ടാണ് റിലയൻസ് റോഡിൽ കുഴിക്കുന്നത്. കേരളത്തിൽ പണം കൊടുക്കാതെ, ഉത്തരവ് പോലും ഇല്ലാതെ, അതായത് ഉത്തരവിറക്കി സൂരജ് അത് പിന്നീട് പിൻവലിച്ചു. മന്ത്രിയും സൂരജും കൂടെ ചേർന്ന് ഒരു ഉത്തരവുമില്ലാതെ ഇഷ്ടാനുസരണം ഇപ്പൊ റിലയൻസ് കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് കിട്ടേണ്ട പണം കിട്ടിയതുമില്ല, റോഡാകെ കുഴിക്കുകയുമാണ്. ഇത് ചെയ്തത് മന്ത്രി അറിയാതെയാണോ? കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ നെഞ്ചത്ത് കീറുന്നത് പോലെ കീറിയിട്ട് റിലയൻസിന് കുഴി ഒഴിക്കാൻ അവസരം കൊടുത്തത് താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അപ്പൊ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നത്. ഗവൺമെന്റ് ഉത്തരവില്ല, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നു. അതാണ് അഴിമതി എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് സൂരജ് പണം ഉണ്ടാക്കി. അതുകൊണ്ടാണ് സൂരജ് ഇന്ന് മുനവെച്ച് പറഞ്ഞിരിക്കുന്നത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പിൻവലിച്ചിട്ടും, ഉത്തരവ് പിൻവലിച്ചിട്ടും റിലയൻസ് എങ്ങനെ കുഴി ഒഴിക്കുന്നു. അവിടെയാണ് പങ്ക് മുതലിന്റെ കാര്യം. എന്നെ കുടുക്കിയാൽ ഞാനും തിരിഞ്ഞു കൊത്തുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് അവസാനിക്കാൻ പോവാണ്, ഇത് അവസാനിപ്പിക്കാൻ പോവാണ്. സത്യം പുറത്തു വരാൻ. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, റിലയൻസ് മുൻപും കേരളത്തിൽ കുഴിച്ചിട്ടുണ്ട്, മുൻപും ഉത്തരവുണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇവിടെ കേരള സർക്കാരിനെ സംബന്ധിച്ച്, പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ച് കിലോമീറ്റർ കണക്കിന് ഈടാക്കാമായിരുന്നു പണം റിലയൻസിൽ നിന്ന്. തുച്ഛമായ തുക മാത്രം കേരളത്തിന് ലഭിക്കുന്ന വിധത്തിൽ ആ കരാർ വന്നു. ആ ഉത്തരവ് മന്ത്രി ഇടപെട്ട് തടഞ്ഞുവെങ്കിലും റിലയൻസ് നിർബാധം അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇത് വലിയൊരു അഴിമതി എന്ന് ആരോപിക്കാനുള്ള എല്ലാ വസ്തുതകളുമുണ്ട്. ആരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നതിൻ്റെ കാര്യത്തിൽ മാത്രമല്ലേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നേണ്ടതുള്ളൂ? അഭിലാഷേ, ശരിയാണ്, തീർച്ചയായിട്ടും ആ പറയുന്നത് ശരിയാണ്. അതായത് ആന്ധ്രാപ്രദേശിൽ 30,000 രൂപയല്ല 32,000 രൂപയാണ് 1 കിലോമീറ്റർ എന്നാണ് എൻ്റെ അറിവ്. കേരളത്തിൽ അത് സൂരജിന്റെ ഉത്തരവിൽ പറയുന്നത് 800 രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നു റിലയൻസിന് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ പറയുന്ന പോലെ ഇത് കീറി മുറിച്ചു എന്നൊക്കെ പറയുന്നത് ദ്രോഹമല്ല. റിലയൻസ് ഒരു സ്വകാര്യ സ്ഥാപനമാണ്, ബിസിനസ്സാണ്, ഒരു ബിസിനസ്സാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ലൈസൻസാണിത്. ആ ലൈസൻസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് വളർത്തിയെടുക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ മൊത്തമുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റിനുള്ള സ്പേസ് 4G ആക്കുമ്പോഴത്തേക്ക്, 4G ആക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ 3Gയിൽ നിന്ന് 10 മടങ്ങാണ് അതിന്റെ കപ്പാസിറ്റി വരാൻ പോകുന്നത്. അത് നമുക്കറിയാം. നേരത്തെ ഹൈവേയുടെ വിഷയം വന്നപ്പോൾ കേരളം ഒഴിവാക്കപ്പെട്ടു. നാർകോൽ മുതൽ അങ്ങപ്പുറത്ത് കോയമ്പത്തൂർ മുതൽ മാത്രമേ ഹൈവേ ഉള്ളൂ. ഇന്ത്യയുടെ ഹൈവേയുടെ ഭൂപടത്തിൽ നിന്ന് കേരളം ഒഴിവാക്കപ്പെട്ടു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ കീറി മുറിച്ചു എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുമ്പോൾ റിലയൻസിനെ ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ചാൽ വരാൻ പോകുന്ന അപകടം ഇനിയും വളർന്നു വരേണ്ട ഇന്ത്യ മുഴുക്കുകയും IT രംഗത്തൊരു കുതിപ്പ് നടത്തുമ്പോൾ, 4Gയിലുള്ള കുതിപ്പ് നടത്തുമ്പോൾ കേരളം ഒറ്റപ്പെടുകയാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ഒരു വശത്ത് ആന്ധ്രാപ്രദേശ് 1 കിലോമീറ്ററിന് 32,000 രൂപയാണ് റിലയൻസിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതെങ്കിൽ ഇവിടെ TO സൂരജിൻ്റെ ഉത്തരവ് 800 രൂപയ്ക്കാണ്. അതിനകത്ത് അഴിമതി ഉണ്ടെങ്കിൽ, അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്. അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ പേരിൽ ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ഒരു വളർച്ചയെ തടസ്സം വെക്കാൻ ഇടയാകരുത്, അതിനാരും വഴിവെക്കരുത് എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. റൈറ്റ്. ശ്രീ PK ഫിറോസ്, 2013 ഞാൻ നേരത്തെ കോട്ട് ചെയ്ത ജിയോ
അതുപ്രകാരം IT വകുപ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് സർക്കാർ ഓഫീസുകൾക്ക് 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഫ്രീ കണക്ടിവിറ്റി, സ്കൂളുകൾക്ക് കണക്ടിവിറ്റി, ആ അർത്ഥത്തിലൊക്കെ. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ചെയ്തിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ച് പണം കിട്ടാവുന്ന, സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം വരാവുന്ന അവസരത്തെ വളരെ തുച്ഛമായ തുക മാത്രം വാങ്ങിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ളത് ഒരു സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥന് മാത്രമായി ചെയ്യാൻ കഴിയും. മന്ത്രി അത് അറിയുകയേ ഇല്ല. ഇനിയിപ്പോൾ മന്ത്രി അറിഞ്ഞാൽ തന്നെ പിന്നെയും ആ പണി നിർബാധം തുടരും എന്നൊക്കെ പറയുന്നതിൽ യുക്തിയുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഇന്നത്തോടുകൂടി ലോകം അവസാനിക്കാൻ പോവല്ലോ. ഈ ചർച്ചയോടുകൂടി ചർച്ചകളും അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞ വാദങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഇപ്പൊ വിവര സാങ്കേതിക വിദ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഈ ഉത്തരവുകളൊക്കെ ഉണ്ടായത്. നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ TO സൂരജ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കി എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ നിർബാധം റിലയൻസ് റോഡുകൾ കീറുന്നു എന്നുള്ളതാണ് പുതിയ ആരോപണം. അങ്ങനെ കീറുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് വല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ പരിശോധിക്കട്ടെ. ആരാണ് അതിന്റെ ഉത്തരവാദികളെന്ന് പുറത്തു വരട്ടെ. ഇപ്പൊ ഇവിടെ PA മുഹമ്മദ് റിയാസ് സംസാരിച്ചില്ലേ, വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് നടപടിയെടുത്തില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ കാസർകോട്ടെ തന്റെ ബന്ധുവിന്റെ ഭൂമിദാന കേസിൽ അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലേ? അത് ഹൈക്കോടതിയിൽ അദ്ദേഹം അപ്പീൽ പോയി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഡിവിഷൻ ഇവിടെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നത്തിലേക്ക് വളരെ പ്രാഥമികമായി ഈ റിലയൻസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം എടുത്താൽ, ആന്ധ്രാപ്രദേശിന്റെ ഉദാഹരണം നേരത്തെ കാണിച്ചല്ലോ. 1 കിലോമീറ്ററിന് ആന്ധ്രാപ്രദേശിന് 32,000 രൂപ ലഭിക്കുമ്പോൾ കേരളത്തിന് 800 രൂപയെ കിട്ടുന്നുള്ളൂ. 1428 കിലോമീറ്റർ റോഡ് ഇവർ കുഴിക്കുകയാണ്. പ്രാഥമികമായി നമ്മുടെ മുന്നിലുള്ള ആ വസ്തുത മാത്രം വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന ചോദ്യം വരുമ്പോൾ അതൊരു ബ്യൂറോക്രാറ്റ് മാത്രം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന്, അതിലെ മന്ത്രിക്ക്, അദ്ദേഹം ഭരിക്കുന്ന വകുപ്പ് നടത്തുന്ന പാർട്ടിക്കൊക്കെ ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നത്? ഒഴിഞ്ഞു മാറുന്ന പ്രശ്നമല്ല. ഞാൻ വളരെ അസന്നിഗ്ധമായി പറയുന്നു, ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് യൂത്ത് ലീഗും ഒക്കെ വളരെ ശക്തമായി രംഗത്ത് വരും ദിവസങ്ങളിൽ. ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ? അത് വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇടപെടലുണ്ടോ? അതൊക്കെ പുറത്തു വരട്ടെ, അന്വേഷണം നടക്കട്ടെ. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ലീഗിനില്ല. ഇതിന്റെ ആരാണ് ഉത്തരവാദി? ആ ഉത്തരവാദികൾ പുറത്തു വരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് 2 അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. കെ സുരേന്ദ്രൻ, ഇതേവരെ TO സൂരജിനെ സംരക്ഷിച്ചുകൊണ്ട്, സംരക്ഷണ കവചം തീർത്തുകൊണ്ടുള്ള പൊതുപ്രസ്താവന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഞങ്ങളുടെ വകുപ്പിൽ ഞങ്ങൾ അറിയാതെ കടന്നു കയറി എന്ന ആക്ഷേപവും അവർ ഉന്നയിച്ചിട്ടില്ല. ഇതിൽ ആരാണോ തെറ്റ് ചെയ്തത് അവർ പിടിക്കപ്പെടട്ടെ എന്ന നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോവുക തന്നെയാണല്ലോ. ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തിക്കൂടെ? അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇത് ലീഗ് മാത്രമായിട്ടാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ലീഗിനും ഉത്തരവാദിത്തമുണ്ട്, ഉമ്മൻചാണ്ടിക്കും ഉത്തരവാദിത്തമുണ്ട്, ഈ വിജിലൻസിന്റെ വകുപ്പ് കയ്യിലുള്ള മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ? സോളാറിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, +2 ഇത് തന്നെയാണ് പറഞ്ഞത്, ബാർക്കോഴയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, ടൈറ്റാനിയത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, എല്ലാ കേസിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് കേരളം കൊള്ളയടിക്കുകയാണ്. ഇതിനൊന്നും യാതൊരു അന്വേഷണവും പിന്നീട് വരാൻ പോകുന്നില്ല. ഇവിടെ ടോമിൻ ജെ തച്ചങ്കരിയുടെ കേസ് അന്വേഷിച്ചു. 2 ഗവൺമെന്റും എന്താ ചെയ്തത്? അവസാനം രക്ഷിച്ചു. ഇവിടെ T ബാലകൃഷ്ണനും സൂരജും എളമരം കരീമിന്റെയും സ്വന്തം ആളായിരുന്നില്ലേ? ഏത് ഗവൺമെന്റ് വന്നാലും T ബാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും, സൂരജ് അതിന്റെ മറ്റേ സെക്രട്ടറി ആയിരിക്കും. അത് ഉമ്മൻചാണ്ടി അല്ല, അത് കുഞ്ഞാലിക്കുട്ടി വന്നാലും അത് എളമരം കരീം വന്നാലും ഒരുപോലെയാണ്. ഈ പണം മുഴുവൻ ഉണ്ടാക്കിയത് ഈ കാലത്താണെന്ന് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. LDFന്റെ കാലത്ത് ഉണ്ടാക്കിയത്. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി. ഈ 2 പേരും ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. റൈറ്റ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ സൂരജ് ഉണ്ടാക്കിയിരിക്കുന്ന 6 ഫ്ളാറ്റുകൾ, ഗോഡൌൺ, പിന്നെ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സ്ഥലം, മറ്റ് സ്വത്തുക്കൾ, ഇതൊക്കെ ഈ 2012 പൊതുമരാമത്ത് സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രാറ്റിക് ജീവിതം തുടങ്ങുന്നത് മുതലുള്ള കണക്കാണ്. ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം അല്ലാതെയുള്ള വലിയ സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞും കഴിഞ്ഞു, വെളിവായും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൽ ഇട്ടിട്ട് മാറാനാകില്ല. എളമരം കരീമിനെ ആയിരിക്കും പന്നിൻ രവീന്ദ്രൻ ഉദ്ദേശിച്ചത് എന്ന് മുസ്ലിം ലീഗ് നിങ്ങൾക്ക് ചുട്ട മറുപടി പറഞ്ഞും കഴിഞ്ഞു.
അല്ല, സാങ്കല്പികമായി ആര് എന്ത് ചോദിച്ചു ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതിന്റെ കൃത്യമായ രാഷ്ട്രീയം. അപ്പൊ റിലയൻസിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ ശ്രീ സുരേന്ദ്രനന്ദൻ റിലയൻസിനെ കുറിച്ച് വല്ലാതെ പറയാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ ദേശീയ നേതൃത്വ പ്രശ്നം. റിലയൻസിന്റെ സ്വന്തം ആളുകളാണല്ലോ ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ വിഷയം ഇദ്ദേഹം ഏത് കാലത്ത് ജനിച്ചു, ഏത് കാലത്ത് ജോലി ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. ഇദ്ദേഹം ഇപ്പൊ പിടിക്കപ്പെട്ടു. ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ, പൊതുമരാമത്ത് കരാറുകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പൊതുമരാമത്തിന്റെ സ്ഥാനത്ത് ഇദ്ദേഹം ഇരിക്കുന്നത് ഈ UDF ഭരണകാലത്തല്ലേ. അപ്പൊ ഇതൊക്കെ വസ്തുതയായി പറഞ്ഞ എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല? രണ്ടാമത്തെ വിഷയം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ ഈ പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നല്ല നമസ്കാരം. ഇവർ ഇത് പലതും അറിയാതിരിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അങ്ങനെയാണെങ്കിൽ അഴിമതിക്കെതിരെ കുറെ കൂടി ഉദ്യോഗസ്ഥർ നന്നായി ഇടപെടും. ദയവ് ചെയ്ത് ഇവർ ഇതൊന്നും അറിയാതെ ഉറങ്ങുന്നതാണ് കേരളത്തിന് നല്ലത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. ഇത് ഒരു കൂട്ട് കച്ചവടമാണ്. ഈ ഗവൺമെന്റിലെ മന്ത്രിമാരും എല്ലാവരും തമ്മിലുള്ള ഒരു കാട്ടുകൊള്ള, ഒരു കോക്കസ്. അങ്ങനെയാണ് താങ്കൾ ആരോപിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന TO സൂരജിന്റെ ഇടപെടലിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ആ എപ്പിസോഡിലെ നായകൻ എന്ന വിധിയിൽ ജസ്റ്റിസ് KT ശങ്കരനും ML ജോസഫ് ഫ്രാൻസിസും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന ആരോപണത്തിലെ കൂടി കണ്ണിയാണ് TO സൂരജ് എന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ അദ്ദേഹത്തിനെതിരെ എടുക്കുന്ന നടപടികൾ പൂർണ്ണമായും ഉദ്ദേശശുദ്ധിയുള്ളതായിരിക്കും എന്ന് കരുതാൻ വകയുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഇബ്രാഹിം കുഞ്ഞ് അവകാശപ്പെടുന്നത് പോലെ ആഭ്യന്തരമന്ത്രി പോലും അറിയാതെ അതിന്റെ സ്വാഭാവികതയിൽ നടക്കുന്നതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും അഭിലാഷ്, ഈ സൂരജിന്റെ വിഷയം ഈ ഗവൺമെന്റ് വന്ന ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ വിഷയമല്ല. അതാണ് പ്രധാനം. രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയുള്ള അഴിമതി കഥകൾ എത്രയെണ്ണം പൊങ്ങി വന്നു. നമുക്ക് UDF ഗവൺമെന്റ് പൊതുവെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും അഴിമതി ആരോപണങ്ങളും ഒക്കെ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവുക പതിവാണ്. പക്ഷേ സൂരജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വിജിലൻസ് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെയും അദ്ദേഹത്തിൻ്റെ ഇടപാടുകളെയും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ റെയ്ഡല്ല. അതിൻ്റെ പിന്നിൽ വിജിലൻസിന് വ്യക്തമായ ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. അത് പഠിച്ച ശേഷം മനസ്സിലാക്കിയ ശേഷമാണ്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വിജിലൻസിൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അധികൃതരുടെ കയ്യിൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും പണമിടപാടുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ബലമായ സംശയം അതും വിജിലൻസിന് അറിയാം. പക്ഷെ അതൊക്കെ പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. അത് പുറത്തു വരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആലോചിക്കാനുള്ളത്. ശ്രീ PK ഫിറോസ്, ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലം കേരളത്തെ സംബന്ധിച്ച് പുതിയ അറിവല്ല. 5 വിജിലൻസ് കേസുകൾ നേരിടുന്ന ഘട്ടം ഉണ്ടായിരുന്നു. സിബി മാത്യൂസ് വിജിലൻസിന്റെ മേധാവിയായിരുന്ന സമയത്ത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചു. പോകട്ടെ, വഖഫ് ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്ററും സർവേ കമ്മീഷണറുമായിരുന്നല്ലോ ഇദ്ദേഹം. ആ സമയത്തുണ്ടായ കോടികളുടെ അഴിമതി ആരോപണങ്ങളെപ്പറ്റി മുസ്ലിം ലീഗിന് കുറെ കൂടി വ്യക്തമായ ധാരണ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ആക്ഷേപങ്ങൾ ഒരുപക്ഷെ പാർട്ടിയുടെ മുന്നിൽ വരികയും ചെയ്തിരിക്കാം. അപ്പോഴും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിൽ എല്ലാവിധ സംരക്ഷണങ്ങളോടും കൂടി ഇരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ കുറച്ച് ആരോപണങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. റിലയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി വരുന്നു. അപ്പോഴും ഈ രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകുകയില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അതിനുള്ള ഉറപ്പ് കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം സേഫ് സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും അന്വേഷണമൊക്കെ വന്നിരുന്നെങ്കിലും നിയമപരമായി തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പോവാറാണ് പതിവ്. എന്നാൽ ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 മാസമായി അദ്ദേഹത്തെക്കുറിച്ച് വിജിലൻസ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വളരെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ഭരണകാലത്ത് സാധിക്കാത്തത് കഴിഞ്ഞ 10 മാസം കൊണ്ട് UDF ഗവൺമെന്റ് വളരെ സൂക്ഷ്മമായി തെളിവുകൾ ശേഖരിച്ച് അദ്ദേഹം അഴിമതിക്കാരനാണെങ്കിൽ ഒരു നിലക്കും രക്ഷപ്പെട്ടു പോകാതെ പഴുതുകളില്ലാതെ ഈ UDF ഗവൺമെന്റിന്റെ വിജിലൻസ് വിങ് അന്വേഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ
ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പിനെയും ഒക്കെ അഭിനന്ദിക്കുന്നതിന് പകരമായി ഇന്നലെ അന്വേഷണം തുടങ്ങിയപ്പോഴേക്ക് ഇന്ന് പുറത്താക്കിയില്ല, ഇനി പുറത്താക്കുന്ന എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് UDF ഗവൺമെന്റ് ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാവകാശം കിട്ടും. യാതൊരു സംശയമില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞതുപോലെ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിലപാടും നടപടിയുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അത് ജനങ്ങൾക്ക് പാർട്ടിയും അതുപോലെ തന്നെ മന്ത്രിയും ഒക്കെ ഉറപ്പ് നൽകിയതാണ്. ഇതൊക്കെ UDF ഭരിക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു അന്വേഷണം നടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവും സ്വീകരിക്കാത്ത ഇടതുപക്ഷമാണ് ഇപ്പോൾ ഹരിശ്ചന്ദ്രന്മാർ വന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം BJP ഒഴിച്ച് ബാക്കി എല്ലാവരും, പക്ഷേ UDFന് സംരക്ഷണം ഉണ്ടാകുകയില്ല എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PK ഫിറോസ്, ഒപ്പം ശ്രീ AK നാസർ, ശ്രീ K സുരേന്ദ്രൻ, ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം ശ്രീ PM മുഹമ്മദ് റിയാസ്.